ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. പിക്ചേഴ്സൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ ഒരുപാട് പേര് പിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇതെൻ്റെ ബ്രദറിൻ്റെ ചാനലാണ്, നിയാസ് തല്ലശ്ശേരി. ഒരു ട്രാവലിൻ്റെ ഒരു വ്ളോഗാണ്. അതിൽ എൻ്റെ ബേബി, നമ്മൾ വീഡിയോയിലൊക്കെ എപ്പോഴും കാണുന്ന ആളില്ലേ, കൈ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കാണുന്ന അവൾ ഒരു ബ്രദറിൻ്റെ കൂടെയുള്ള നല്ലൊരു ഫണ്ണി ടോക്കിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പിന്നെ ഐ കാർഡായിട്ട് ഞാൻ മേലെ കൊടുക്കാം, പിന്നെ എൻ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും എൻ്റെ ബ്രദറിൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നമുക്ക് ഒരേപോലെയുള്ള ഒരു സൈസ് ഉണ്ടാവുമല്ലോ, അത് നോക്കിയൊന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുക. അതിന് നമ്മൾ 2 ഷെല്ലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ 2 ഷെല്ലും ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ നല്ലൊരു മൊട്ട് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വലുതും ചെറുതൊക്കെ ആയിക്കോട്ടെ, വലുതാണെന്നുണ്ടെങ്കിൽ 2 വലിയ ഷെല്ല് വീതം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 ചെറിയ ഷെല്ല്, അങ്ങനെ എടുത്തിട്ട് കുറച്ചധികം നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൊട്ട് പോലുള്ള അതെടുത്തിട്ട് എന്നിട്ട് അതിലെ 2 ഷെല്ലും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷെല്ലെടുത്തിട്ട് അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത ആ ഒരു ഷെല്ലും കൂടെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ കുറേ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ചധികം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പിസ്ത പോലെ തന്നെയുണ്ട്. അതിൽ നട്ട്സൊക്കെ ഉള്ളത് അതുപോലെ തന്നെയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചൊരു വേസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഇത് കേബിളിൻ്റെ ഒരു വയറാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഈ കണക്ഷൻ മാറ്റുന്ന സമയത്തൊക്കെ അത് വേസ്റ്റായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഉറപ്പുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംബൂ സ്ക്യൂർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ടിപ്പിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പിസ്തയുടെ ഷെല്ലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ആ ഒരു ടിപ്പിൽ ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഒട്ടിച്ചതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു 4 വീതം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു 2 ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ വിധമാണ് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ചൊന്ന് ചെരിച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്, നേരെ ഇങ്ങനെ അല്ല. പിന്നെ ആ ഒട്ടിക്കുന്നതിൻ്റെ ഒരു ഹോളുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മൾ പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ച് കഴിഞ്ഞ സമയത്ത് 2 ഷെല്ലും കൂടി ഒട്ടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഭാഗം മറയ്ക്കുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഒന്ന് ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വീതം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒന്നിങ്ങനെ കുറേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളെ കയ്യിൽ ഈ ഷെൽസ് കുറേ ചെറുതുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ചെറുതൊക്കെ, പിന്നെ താഴോട്ട് കുറച്ച് വലിയൊരു സൈസ് കൂടിയ ടൈപ്പ് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനും. ഇവിടെ നമ്മൾ 2 പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ബഡ് പോലെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു 25 ബഡാണ് ഞാൻ ഈ ഒരു സ്റ്റിക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഷെൽസാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഭാഗം കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊന്നും കൂടി അടുത്തതിൽ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റിക്കിൻ്റെ ആ ഒരു ടിപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബഡിൽ കുറച്ചൊരു വലിയൊരു ടൈപ്പ്, കുറച്ചൊരു നീളം കൂടുതലുള്ള ടൈപ്പ് ബഡ് നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഒട്ടിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ചുറ്റും, അതിൻ്റെ താഴെയായിട്ട് ചുറ്റും നമ്മൾ ഒരു 4 നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി കിട്ടുക. അപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ച് ഒട്ടിക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ 4 ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റോയിൽ നമ്മളിതുപോലെ തന്നെ 4 ഒട്ടിക്കേണ്ടത്. നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുള്ള 2 ബഡിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നതിൻ്റെ ഒരു താഴെ ഭാഗത്താണ് നമ്മൾ ഓരോ ബഡ് വീതം ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 4 തന്നെ കിട്ടും. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട്, അപ്പോൾ അങ്ങനെ ആ ഒരു കറക്റ്റ് ഫോളോ ചെയ്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനും. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വീറ്റിൻ്റെയും അതുപോലെ നെല്ലിൻ്റെയൊക്കെ ഒരു കതിര് പോലെയൊക്കെ ഉണ്ട് കാണാനും. പെയിൻറ്റ് അടിക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്ത് കളർഫുൾ ആക്കുന്നുണ്ട്. വീഡിയോയിലൊക്കെ അല്ലേ, അപ്പോൾ ഒന്നൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഒന്ന് കളർഫുൾ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ആക്രിലിക് കളർ തന്നെയാണ്, അൾട്രാ മെറൈൻ ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ചൊരു ഡാർക്ക് കളറല്ലേ, അപ്പോൾ എന്നിട്ട് അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ചൊരു ഗ്ലിറ്റർ പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു സിൽവർ കളറിൻ്റെതാണ്. ഇതൊരു പാക്കറ്റിന് 5 റുപ്പീസ് ആണെന്ന് തോന്നുന്നു റേറ്റ്, കുറേ മുമ്പുള്ളതാണ്.
ഞാനത് നേരിട്ട് തന്നെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കുറച്ചൊരു അധികമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തൊക്കെ നോക്കി, എന്നിട്ടും അത് പോകുന്നില്ല. പിന്നെ ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്ത സമയത്ത് കുറച്ച് അധികം ഉള്ളതൊക്കെ നമുക്ക് ആ ഒരു താഴെ വെച്ചിട്ടുള്ള ഒരു പേപ്പറിലേക്ക് വീണ് കിട്ടുമല്ലോ. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലൂവിൻ്റെ മേലെ ആ ഒരു സിൽവർ പൗഡറൊക്കെ ആയിട്ട്. ഞാൻ അടുത്തത് പേൾ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓറഞ്ച് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേൾ കളർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലൈസിങ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാനത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം, പെയിൻറ്റ് അടിച്ചതിൻ്റെ ശേഷം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്യുന്നത് കുറച്ചൊരു റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്ത പോലെയല്ല, കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൻ്റെ മുമ്പ് പ്രത്യേകിച്ച് ഫെവിക്കോളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് ഡ്രൈ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അധികമുള്ളത് നമ്മളൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒന്നും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പിങ്ക് കളർ പെയിൻറ്റ് അടിച്ചു. അതുപോലെ ഗോൾഡൻ്റെ ഗ്ലിറ്റർ പൗഡറും കൂടിയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിറാമി, സംറ, അബ്ദുൽ കരീം, ജസിൻ മരിയ ഷാജൻ, പവിത്ര, പിന്നെ 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആദർശ് അനിൽ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ നമ്മളുടെ ഒരു 3 ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവർ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെം വേണമെങ്കിൽ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പകരം ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ക്രേപ്പ് പേപ്പർ ആകുമ്പോൾ വലിയൊരു ഷീറ്റിനാകെ 5 റുപ്പീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ റിബണിൻ്റെ ആ ഒരു ടൈപ്പിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പിൽ കുറച്ച് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലവർ ടൈപ്പ് റോൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അധികം ഇങ്ങനെ വലിച്ച് റോൾ ചെയ്യേണ്ട, അപ്പോൾ കീറിപ്പോവും പേപ്പറല്ലേ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റിക്കിന് ശരിക്കും റോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ബ്ലാക്ക് കളറിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളത് തന്നെയാണ് ഈ വയർ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ അതല്ല ഫ്ലവർ ടൈപ്പ് ആണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡിലും ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലിറ്റർ പൗഡർ ഇളകി പോകുന്നില്ല. ഡ്രൈ ആയി കഴിഞ്ഞാലും അതവിടെ തന്നെ ഇരിക്കും. ഞാൻ ഈ ഒരു പിങ്ക് കളറ് ഒരു 8 മാസം മുമ്പ് ചെയ്തതാണ്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തതായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെയ്തത്. ഞാൻ അതിന് അന്നും വാർണിഷ് ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല, എപ്പോഴും അടിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ടും. ഞാനിനി ഇതിന് കുറച്ച് ലീവ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രേപ്പ് പേപ്പർ ഇല്ലേ, അത് ജസ്റ്റ് ഒരു റിബൺ പോലെ നമുക്ക് എത്ര വീതിയുള്ള ലീഫാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പിയൊക്കെ ഇല്ലേ, ആ ഒരു കമ്പിയുടെ ചുറ്റും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു കമ്പിയോട് ചേർന്നിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു ബഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ലീഫ് ബഞ്ച് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ വേസ്റ്റായിട്ട് കിടക്കുന്ന പിസ്തയുടെ ഷെല്ലും അതുപോലെ ആ ഒരു കേബിളിൻ്റെ വയറൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ബഞ്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഞാൻ ബട്ടർഫ്ലൈ, ബേർഡ്സ്, അതുപോലെ ടോർട്ടോയ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ 2 വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേറ്റീവ് ബോൾസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2-3 ബോട്ടിൽ ആർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിസ്തയുടെ ക്രാഫ്റ്റ് എല്ലാം കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിസ്തയുടെ ഷെല്ലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും എനിക്ക് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് ഓച്ചിറുള്ള 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഹന്നയാണ്. ഞാൻ ഓറഞ്ചിൻ്റെ പേല് വെച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം പേപ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് ലെസിനാണ്, എൻ്റെ അനിയത്തിയാണ്. അവൾ കാൻഡിൽ ഫ്ലവർ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. ക്യാൻവാസ് ബോർഡിലാണ് ചെയ്തത്. അതുപോലെ ഞാൻ സ്റ്റോണിൽ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് അതുപോലെ തന്നെ ക്യാൻവാസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 സ്ട്രോക്ക് പെയിൻറ്റിങ്ങും ബ്ലൂ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് ലുലു, എൻ്റെ കസിനാണ്. ഞാൻ ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് അങ്കമാലി എലവൂരുള്ള ദേവിക കെ മോഹനാണ്. ചക്കക്കുരുൻ്റെ തൊലി ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ തെർമോക്കോളിൻ്റെ ബോൾസ് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്.
അടുത്ത പിക്ക് അയച്ചു തന്നത് ജിഷ സന്തോഷാണ്. ഇറാഖിൽ നിന്നാണ് അയച്ചു തന്നത്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ളത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ തണ്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.